പ്രമേഹമുള്ള ആളുകൾ പ്രത്യേകമായ ഡയറ്റ് പാലിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രമേഹമുള്ള ആളുകൾക്ക് മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ മതിയോ? അതുപോലെ പ്രമേഹമുള്ള ആളുകൾ ഡയബറ്റീസിന് വേണ്ടി പ്രത്യേകം സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമസ്കാരം, ഞാൻ ഡോക്ടർ അജീഷ് ടി. വെൽക്കം ടു AJ Endo Talks. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഡയബറ്റീസ് ആൻഡ് ഡയറ്റ് എന്ന വിഷയത്തെ പറ്റിയാണ്. ഡയബറ്റീസ് ആൻഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യമായി ഉണ്ടാകുന്ന ചോദ്യം എന്താണ് ഡയബറ്റിക് ഡയറ്റ് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു ഡയറ്റ് ഉണ്ടോ? പഠനങ്ങൾ കാണിക്കുന്നത് ഡയബറ്റീസിന് മറ്റുള്ളവർ ആൾക്കാരെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളെ പോലെ പ്രത്യേകമായൊരു ഡയറ്റ് പാലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡയബറ്റിക് ഡയറ്റ് എന്നുള്ളത് ഒരു മിഥ്യയാണ്. അപ്പോൾ എന്താണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്താണ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം, ഇൻസുലിനും ഗ്ലൂക്കോസും തമ്മിലുള്ളൊരു ബന്ധം. ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന ഒരു ഹോർമോൺ. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻസുലിനാണ് ഈ രക്തത്തിലെ ഗ്ലൂക്കോസ് കോശങ്ങൾക്കുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രമേഹമുള്ള ആളുകളിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രമേഹമുള്ള ആളുകളിൽ രണ്ട് പ്രധാന മാറ്റങ്ങളാണ് വരുന്നത്. ഒന്ന്, പ്രമേഹമുള്ള പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ഇൻസുലിന് പ്രതിരോധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻസുലിന് അതിൻ്റെ ആക്ഷൻ നടത്താൻ സാധിക്കുന്നില്ല. അതായത് ഗ്ലൂക്കോസ് കോശങ്ങൾക്കുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഇൻസുലിൻ്റെ അളവും കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ട്? ബീറ്റ സെല്ല്, അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിക്കുന്നു. അതുകൊണ്ട് ഇൻസുലിൻ ഉൽപ്പാദനവും കുറയുന്നു. അപ്പോൾ ഇതാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റീസ് എന്നുള്ളൊരു പ്രധാന വ്യത്യാസം പറയുകയാണെങ്കിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിൽ ഇൻസുലിൻ പ്രതിരോധം കൂടുമ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിൽ ഇൻസുലിൻ്റെ അളവ് കുറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പടത്തിൽ കാണുന്ന, ഈ ഗ്രാഫിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇൻസുലിൻ്റെ ഉൽപ്പാദനം പോലെ തന്നെ അതിന് നടക്കുന്ന പ്രക്രിയയും വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് രണ്ട് ഫേസസ് ആണ് ഇൻസുലിൻ സെക്രീഷനിൽ കാണുന്നത്. ആദ്യമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു ഇൻസുലിൻ ഉൽപ്പാദനം ഒരു റാപ്പിഡ് ഫേസ് ഉണ്ട്. ഒരു 2 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 15 മിനിറ്റിൽ അവസാനിക്കുന്ന ഒരു ഫേസ്. ഈ ഒരു ഫേസ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും നമ്മുടെ ഷുഗർ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് നോർമൽ ആൾക്കാരിൽ. അതുപോലെ രണ്ടാമത്തെ ഫേസ് കുറച്ചും കൂടെ താമസിച്ച് വരുന്ന സ്ലോ ആൻഡ് സസ്റ്റെയിൻഡ് ആയിട്ട് വരുന്നൊരു ഇൻസുലിൻ സെക്രീഷനാണ്. ഇതിന് കുറച്ച് ടൈം എടുത്ത് മാത്രം വരുന്നൊരു ഇൻസുലിൻ സെക്രീഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ്, എസ്പെഷ്യലി ടൈപ്പ് 2 ഡയബറ്റീസ് നോക്കുമ്പോൾ അവർക്ക് ഫേസ് 1 ഇൻസുലിൻ സെക്രീഷൻ പലപ്പോഴും കാണുന്നില്ല, ഫേസ് 2 മാത്രമാണ് കാണുന്നത്. അതായത് ആദ്യമേ നമ്മൾ കഴിച്ച് കഴിഞ്ഞ ഉടനെ ഇൻസുലിൻ എത്തുന്നില്ല രക്തത്തിൽ. പക്ഷേ ഇൻസുലിൻ എത്തുമ്പോൾ ഒരു സമയമാവും, ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ രക്തത്തിൽ ഇൻസുലിൻ എത്തുന്നത്. അതാണ് ഒരു പ്രധാന ചേഞ്ച്, ബോഡിയിൽ നടക്കുന്ന ഒരു ചേഞ്ച്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിലും ഇതനുസരിച്ചുള്ള ഒരു ക്രമീകരണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ട് ശരീരത്തിൽ ഇതുപോലെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഡയബറ്റീസിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു ഡയറ്റ് അല്ല പാലിക്കേണ്ടത്, പകരം നമ്മുടെ ഡയറ്റ് ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഇനി എന്താണ്? അപ്പോൾ നമുക്കറിയാം, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന പ്രധാന ഘടകം എന്താണ്? അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ആണ് പ്രധാനമായും ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുന്നത്. ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഈ ഗ്ലൂക്കോസ് കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ ശരീരം മനസ്സിലാക്കുന്നു നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി വരികയാണ്, ഇൻസുലിൻ്റെ അളവും കൂട്ടേണ്ടി വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായി അടങ്ങിയ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം മനസ്സിലാക്കുന്നു ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് കൂടുതൽ ഇൻസുലിൻ വേണമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനവും കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിയുമ്പോൾ 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഷുഗർ താഴ്ന്നു പോകാനുമുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പല പേഷ്യൻസും എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും അവർക്ക് ഷുഗർ കൂടുകയും ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ താഴുന്നൊരവസ്ഥ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം ഇതാണ്, ഇൻസുലിൻ്റെ സെക്രീഷൻ താമസിച്ച് നടക്കുന്നത് കൊണ്ടും ഭക്ഷണം വിഭജിച്ച് കഴിക്കാത്തത് കൊണ്ടുമാണ് പല പേഷ്യൻസിലും ഇതുപോലത്തെ ഹൈപ്പോഗ്ലൈസെമിക് സിംറ്റംസ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി നമ്മുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന വില്ലൻ ആരാണെന്ന്, കാർബോഹൈഡ്രേറ്റ്. നമ്മൾ ഒരു കേരളീയൻ്റെ ഡയറ്റ് എടുക്കുകയാണെങ്കിലോ ഒരു ഇന്ത്യൻ ഡയറ്റ് എടുക്കുകയാണെങ്കിലോ അതിലൊരു 70 മുതൽ 75% വരെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മൾക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് യഥാർത്ഥത്തിൽ 50%-ലും താഴെയാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന അളവോ? അപ്പോൾ നമ്മൾ പ്രമേഹമുള്ള ആളുകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവരുടെ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ അത് തീർത്തും ഒഴിവാക്കേണ്ട ആവശ്യവുമില്ല.
അതിന് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് എങ്ങനെ നമുക്ക് ഒരു ഗ്ലൂക്കോസ് റെസ്പോൺസ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ 2 പാരാമീറ്റേഴ്സാണ് പൊതുവേ പറയുന്നത്. ഇത് ഒന്ന് പറയുന്നത് ഗ്ലൈസെമിക് ലോഡ്, മറ്റൊന്ന് പറയുന്നത് ഗ്ലൈസെമിക് ഇൻഡെക്സ്. അപ്പോൾ ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ കാണിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിന് അതിന് എത്ര പെട്ടെന്ന് അതിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക്, എത്ര പെട്ടെന്ന് ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് കാണിക്കുന്ന ഘടകമാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ്. അപ്പോൾ ഒരു സാധനത്തിന് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസിന് 100 ഗ്ലൈസെമിക് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ മറ്റൊരു ഘടകമാണ് ഗ്ലൈസെമിക് ലോഡ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു എത്ര വേഗത്തിൽ ഗ്ലൂക്കോസ് എന്നാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് കാണിക്കുന്നതെങ്കിൽ ഇതിൽ എത്രത്തോളം ഗ്ലൂക്കോസ് കൂട്ടുന്നു എന്ന് കാണിക്കാൻ സഹായിക്കുന്നു ഗ്ലൈസെമിക് ലോഡ്. ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയുന്ന ഗ്ലൈസെമിക് ഇൻഡെക്സ് ഇൻറ്റു കാർബോഹൈഡ്രേറ്റ് സെർവിങ് ഡിവൈഡ് ബൈ 100 ആണ്. അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു ഭക്ഷണത്തിൻ്റെ ഗ്ലൂക്കോസ് റെസ്പോൺസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് നിങ്ങൾക്ക് ഗൂഗിൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി എല്ലാ ഫുഡിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാല്യൂസ് പറയുകയാണെങ്കിൽ ഒരു ഭക്ഷണത്തിന് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 70 മുകളിലാവുകയാണെങ്കിലാണ്. അതുപോലെ മീഡിയം എന്ന് പറയുന്ന 56 to 69, ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 55 or ലെസ്. ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിൽ പൊതുവേ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മീഡിയം ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് മോഡറേറ്റ് എമൗണ്ട്സിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് പൊതുവേ നമ്മൾ ഒഴിവാക്കാനാണ് പറയുന്നത്, എസ്പെഷ്യലി ഫ്രൂട്ട്സ് വിത്ത് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ്. ഗ്ലൈസെമിക് ലോഡ് പോലെ ഗ്ലൂക്കോസ് റെസ്പോൺസ് അറിയാൻ പറ്റുന്ന മറ്റൊരു സൂചികയാണ് ഗ്ലൈസെമിക് ലോഡ്. ഗ്ലൈസെമിക് ലോഡിൻ്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ 20 മുകളിലാണെങ്കിൽ ഹൈ എന്നും 10 താഴെയാണെങ്കിൽ ലോ എന്നും പറയുന്നു. അപ്പോൾ ഗ്ലൈസെമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു ഡയറ്റ്, അത് നമ്മളൊരു ഫുഡ് ഐറ്റം മാത്രമല്ല, ആ ഒരു ഡയറ്റ് മൊത്തത്തിൽ എത്രത്തോളം ഗ്ലൂക്കോസ് റെസ്പോൺസ് അഥവാ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ ഗ്ലൈസെമിക് ഇൻഡെക്സും ഗ്ലൈസെമിക് ലോഡും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ആ പടത്തിൽ നിങ്ങൾ കണ്ടപ്പോൾ അറിയാം, ഗ്ലൈസെമിക് ലോഡ് നോക്കുമ്പോൾ അത് വാട്ടർമെലന് കൂടുതലാണെന്നാണ് കാണിക്കുന്നത് ഗ്ലൈസെമിക് ഇൻഡെക്സ്. പക്ഷേ വാട്ടർമെലൻ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് സെർവിങ് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രാംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് നോക്കുമ്പോൾ ഒരു 100 ഗ്രാം വാട്ടർമെലൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 90% കൂടുതൽ വെള്ളമാണ്, 7 ഗ്രാം കാർബോഹൈഡ്രേറ്റ് സെർവിങ്ങേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഗ്ലൈസെമിക് ലോഡ് നോക്കുമ്പോൾ അത് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോർഷൻ ഓഫ് വാട്ടർമെലൻ എടുക്കുന്നത് കൊണ്ട് ഗ്ലൂക്കോസ് അധികം കൂടുന്നില്ല. അപ്പോൾ ഗ്ലൈസെമിക് ലോഡും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുറച്ചും കൂടെ നല്ലൊരു മെഷർമെൻറ്റ് തരാൻ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റിക് ഡയറ്റ് എന്നൊരു കൺസെപ്റ്റ് ഒരു മിഥ്യയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് ഉപയോഗിക്കാവുന്ന വാക്കെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി. നമ്മൾ കൂടെ ചെയ്യുന്ന നമ്മുടെ ഡയറ്റിൽ ക്രമീകരിക്കുക എന്നുള്ളൊരു മാറ്റം മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ADA അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് എല്ലാ ഡയബറ്റിക് പേഷ്യൻസും അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ആദ്യമേ ചെയ്യേണ്ട കാര്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി. ഒരാൾക്ക് ഒരു 3 മുതൽ 7% വരെ വെയിറ്റ് ലോസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറ്റ് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഏർലി സ്റ്റേജസ് ഓഫ് ഡയബറ്റീസ് പലർക്കും ഡയറ്ററി മോഡിഫിക്കേഷൻ കൊണ്ട് തന്നെ കൺട്രോൾ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു, ചിലപ്പോൾ ഗുളികകളുടെ സഹായം കൂടാതെ തന്നെ. അപ്പോൾ നമുക്കിതിനൊരു 3 to 7% വെയിറ്റ് ലോസും വേണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഡയബറ്റിക് ആയ പേഷ്യൻസിൽ പോലും ഒരു 0.5 to 2% നമ്മൾ മരുന്നുകളുടെ അത്ര എഫക്റ്റിൽ തന്നെ ഒരു HbA1c റിഡക്ഷൻ വരുത്താൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇനി എന്താണ് കഴിക്കേണ്ടത്? അപ്പോൾ എല്ലാവർക്കും പ്രധാനമായ ചോദ്യം അതാണ്. ഡയബറ്റിക് ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രത്യേകം ഒരു ഡയറ്റോ അല്ലെങ്കിൽ ഇന്നത് കഴിക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഏത് ഹെൽത്ത് കണ്ടീഷനിലും പറയുന്നത് പോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് കഴിക്കേണ്ടത്. അല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് ഒരു 50% കാർബോഹൈഡ്രേറ്റ് എങ്കിലും ഡയറ്റിൽ വേണം. ഇപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഒരു 70 അല്ലെങ്കിൽ 75% വരെ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടുള്ളതല്ല, 50% താഴെയായിരിക്കണം. പിന്നെ ബാക്കിയുള്ള 50%ൽ 20% പ്രോട്ടീനും പിന്നെ 25% ഫാറ്റും 5% ഫൈബറും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് വേണ്ടതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അളവാണ് കറക്റ്റായിട്ട് ക്രമീകരിക്കേണ്ടത്.